Good morning, girls. So we understood what is management and different concepts of management. Okay. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് മാനേജ്മെൻറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ്സ് എന്ന് പഠിച്ചു. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഫങ്ഷൻസ് of planning, organizing, staffing and controlling to achieve the stated objectives. അതേപോലെ നമ്മൾ പഠിച്ചു മാനേജ്മെൻറ്റ് ആസ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് who run the organization. Okay. Then we have learned management as a discipline എന്ന് പറഞ്ഞാൽ management has emerged a field of study or a specialized branch of knowledge which is taught in various business schools, institutes and universities. Now let's have a try to understand what nature and characteristics of management. Okay. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ബിഹൈൻഡ് എവറി ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ലൈസ് ദ കമ്മിറ്റ്മെൻറ്റ് ടു എ സ്ട്രോങ് ഐഡിയോളജി ഓഫ് പ്രോഗ്രസ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബിലീവ്സ് ഇൻ ഓർഡറിങ് ദ വേൾഡ് അക്കോർഡിംഗ് ടു ദ വിൽ ആൻഡ് ഡിസിഷൻ ഓഫ് പീപ്പിൾ. ഓക്കെ. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇൻറ്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഓർഡർ ടു മൂവ് ഇഫക്റ്റീവ്ലി ടുവേർഡ്സ് ദ ഡിസയേർഡ് ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ആർ ദ എന്താ പറയുക നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള. ഫസ്റ്റ് വൺ ഇസ് യൂണിവേഴ്സാലിറ്റി. അതായത് യൂണിവേഴ്സാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മാനേജ്മെൻറ്റ് ഇസ് നീഡഡ് വേർ എവർ പീപ്പിൾ വർക്ക് ടുഗെദർ ഇൻ ആൻ ഓർഗനൈസേഷൻ. Behind any type of group activity, whether it is a business enterprise or not, there lies management. അപ്പം മാനേജ്മെൻറ്റ് ഇല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെങ്കിൽ ശരിക്കും മാനേജ് ചെയ്യാണ്ട് അത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ഓർഗനൈസേഷൻ ഇസ് ദ ഹാർഡ്വെയർ വെയർ മാനേജ്മെൻറ്റ് ഇസ് ദി സോഫ്റ്റ്വെയർ. മനസ്സിലായി? അപ്പം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സ്മൂത്തായി പോയിക്കോളും. അതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം മാനേജ്മെൻറ്റ് ഇസ് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അതായത് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഈക്വലി അപ്ലിക്കബിൾ ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്, എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ആൻഡ് ഹോസ്പിറ്റൽസ്. ഓക്കെ. അപ്പോൾ ഈ ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തത് അതാണ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വുഡ് അപ്ലൈ മോർ ഓർ ലെസ് ഇൻ എവറി സിറ്റുവേഷൻ. ഓക്കെ. അപ്പോൾ ദ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വർക്കിംഗ് ഗൈഡ് ലൈൻസ് വിച്ച് ആർ ഫ്ലെക്സിബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് അഡാപ്റ്റേഷൻ ടു എവറി ഓർഗനൈസേഷൻ വെയർ ദ എഫേർട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആർ ടു ബി കോർഡിനേറ്റഡ്. ഓക്കെ. സെക്കൻഡ് വൺ ഇസ് മാനേജ്മെൻറ്റിന് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി. അതായത് എവറി മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ഇസ് അണ്ടർടേക്കൺ വിത്ത് എ പേർപ്പസ് എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ആ പേർപ്പസ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എഫിഷ്യൻ്റ്ലി ഗെറ്റിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ്. ഓക്കെ. സോ വൺസ് ദ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ സെറ്റ്, മാനേജ്മെൻറ്റ് സെറ്റ്സ് ദ ഫോക്കസ് ഓഫ് ആക്ഷൻ നെസസറി ടു അക്കംപ്ലിഷ് ദ ഗോൾസ്. അപ്പോൾ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനൊരു ലക്ഷ്യം ഉണ്ടാകും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും. ആ ലക്ഷ്യം അവിടെ എന്താ പറയുക സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിക്കാം എന്നുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഒബ്ജക്റ്റീവ് അച്ചീവ്മെൻറ്റ് ത്രൂ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് decision making. Okay. So next characteristic is it is a social process എന്ന് പറഞ്ഞാൽ എന്താ? Management is basically the process of managing people organized in work groups എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ ടേക്കിംഗ് കെയർ ഓഫ് ദിയർ സാറ്റിസ്ഫാക്ഷൻ ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, സോഷ്യൽ ബീയിങ്സ് ആണ്. സോ ദസ് ഇറ്റ് എംഫസൈസസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ്. സോ ഇറ്റ് മേക്സ് മാനേജ്മെൻറ്റ് എ സോഷ്യൽ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ ടേക്കിംഗ്, അവരുടെ സന്തോഷം, അവരുടെ കാര്യങ്ങൾ അതും കൂടെ നോക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതായത്
അവിടെ ഇപ്പോൾ ഒരു എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിനെ എന്താ പറയുക, അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലേ ഉള്ളൂ അവരുടെ അടുത്ത് നിന്ന് ബെറ്റർ റിസൾട്ട്സ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിന് എന്ത് പറയാം, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് ഈസ് എ കോർഡിനേറ്റഡ് ഫോഴ്സ്. കോർഡിനേറ്റഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അതായത് ഇറ്റ് സ്ട്രൈക്സ് എ ബാലൻസ് ബിറ്റ്വീൻ ഏത് രണ്ടും കൂടെ തമ്മിലുള്ളതാണ്, ദ ഇൻഡിവിജ്വൽ ഗോൾസ് ആൻഡ് ദ കളക്റ്റീവ്. അതായത് ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് എംപ്ലോയീസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും, അതേപോലെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമാണ് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ്സ് human and physical resources, but the colorful blending of men, machines and money gives birth to a useful അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് എൻ്റർപ്രൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവറി മാനേജറിയൽ ആക്ടിവിറ്റി റിസൾട്ട്സ് ഇൻ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫിക്സ്ഡ് വെൽ ഇൻ അഡ്വാൻസ്. ഓക്കെ, അതേപോലെ നമുക്ക് പറയാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്. അപ്പം ജോർജ് ആർ ടെറി പറഞ്ഞതാണ് മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. നിങ്ങൾക്കിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പോയാൽ എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ദർശിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ആൻ അൺസീൻ ഫോഴ്സ്. വി നോ ദാറ്റ് സുപ്പീരിയർ മാനേജ്മെൻറ്റ് ലീഡ്സ് ടു സുപ്പീരിയർ പെർഫോമൻസ്. അപ്പോൾ ദ റിസൾട്ട്സ് ആർ സീൻ ഓർ മെഷറബിൾ. അല്ലാണ്ട് മാനേജ്മെൻറ്റിനെ നമുക്ക് പോയിട്ട് എന്താ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് കാണാനൊന്നും പറ്റില്ല. പക്ഷേ നല്ല ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ റിസൾട്ട്സ് നമുക്ക് എന്താക്കാൻ പറ്റും, കാണാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ പറയും ഗുഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ നല്ലൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ്. സോ ദ എഫേർട്സ് എന്ന് പറയുന്നത് എന്താണ്, ദ എഫേർട്സ് ഓൺ ദ അതർ ഹാൻഡ് ആർ നോട്ട് ഓഫൺ മെഷറബിൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഇസ് എ ഡൈനാമിക് ഡിസിപ്ലിൻ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്തെങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് മാനേജ്മെൻറ്റ് ഇസ് ദ ഡൈനാമിക് ലൈഫ് ഗിവിങ് എലമെൻറ്റ് ഇൻ എവറി എൻ്റർപ്രൈസ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡൈനാമിക് ഫോഴ്സ് ബിഹൈൻഡ് ദ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ. ഡ്രക്കർ പറഞ്ഞത് മാനേജ്മെൻറ്റ് ഇസ് നോട്ട് ജസ്റ്റ് പാസീവ് ബട്ട് അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും മാനേജേഴ്സ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഡു നോട്ട് വെയിറ്റ് ഫോർ ഫ്യൂച്ചർ, ദേ മേക്ക് ദ ഫ്യൂച്ചർ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡൈനാമിക് കഴിഞ്ഞിട്ടോ, ഡൈനാമിക്കിൻ്റെ സ്ലൈഡ് ഇവിടെ വന്നിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക് in the ever-changing, fast-developing business world as new techniques are developed and adapted by management എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഓൺഗോയിങ് പ്രോസസ്സ്. അതായത് ദ സൈക്കിൾ ഓഫ് മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് ആസ് ലോങ് ആസ് ദർ ഇസ് ഓർഗനൈസ്ഡ് ആക്ഷൻ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ഗോൾസ്. അതുകൊണ്ട് നമുക്ക് പറയാം മാനേജ്മെൻറ്റിനെ എങ്ങനെ പറയാം, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയാം. അതായത് ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ റിസോഴ്സസ്. അപ്പോൾ ദ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി യൂസ് ടു ദി ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്. അല്ലാണ്ട് ഇന്നൊരു ദിവസം മാനേജ് ചെയ്ത് പിന്നെ അവിടെ ഇരിക്കാനോ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാം മാനേജ്മെൻറ്റ് ഇസ് എ കോമ്പോസിറ്റ് പ്രോസസ്സ്. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. പക്ഷേ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ്സ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് ഇൻഡിവിജ്വൽ ഇൻഗ്രീഡിയൻസ്. അതായത് ഒരൊറ്റ ഫങ്ഷൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നന്നായി മാനേജ് ചെയ്തോളണമെന്നില്ല. അപ്പം നോ സിംഗിൾ ഫങ്ഷൻ ക്യാൻ ബി പെർഫോംഡ് വിത്തൗട്ട് ഇൻവോൾവിങ് others. So it is a composite process. മനസ്സിലാവുന്നുണ്ടോ? ദെൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ആക്ടിവിറ്റി ഫൗണ്ട് ഇൻ എവറി ഓർഗനൈസേഷൻ. അതായത് ദ കോമ്പിറ്റൻസി റിക്വയർഡ് ടു അണ്ടർടേക്ക് എൻ ആക്ടിവിറ്റി ക്യാൻ ബി എക്വയർഡ് ഓവർ ടൈം.
നോളജ് ബിക്കംസ് പ്രൊഡക്റ്റീവ് വെൻ ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എ ടാസ്ക് എന്നാണ് പറയുന്നത്. നോയിങ് ഇസ് നോട്ട് ഇനഫ്, വി മസ്റ്റ് അപ്ലൈ. വില്ലിങ് ഇസ് നോട്ട് ഇനഫ്, വി മസ്റ്റ് ഡു. അതാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മൻ ഫിലോസഫർ ജിയോത്തിൻ്റെ ഒരു എഴുത്താണത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി. Next, last one is, it is a creative organ. Creativity does not occur automatically in an organization. അതായത് ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്നതൊന്നുമല്ല. ഇറ്റ് നീഡ്സ് ടു ബി നർച്ചേർഡ് ആൻഡ് ഫോസ്റ്റേർഡ് ഇൻ ഓർഗനൈസേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ ചേഞ്ച് ഇസ് ദ എസെൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ എപ്പോഴാണ് നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുക? എവിടെയാണോ ചേഞ്ച് ആവശ്യമുള്ളത്, അവിടെ ഒരു മാറ്റം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. അത് ഏത് രീതിയിൽ നമുക്ക് അത്രയും നല്ലതാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഹെൻസ് എബിലിറ്റി ടു ഫോസ്റ്റർ ചേഞ്ച് ഇസ് എ മേജർ ഇൻഡിക്കേറ്റർ വർത്ത് ഒബ്സർവിങ് ഇൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. ഓക്കെ, താങ്ക് യു.